കുറുക്കന്റെ പരാക്രമം തുടർക്കഥയായതോടെ മലപ്പുറം ഉഴൂരിൽ ഭീതിയോടെ നാട്ടുകാർ. 7 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിക്ക് പുറമെ 2 പേർ കൂടി കുറുക്കന്റെ ആക്രമണത്തിൽ ഇരയായി. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തളക്കെട്ടൂരിൽ കള്ളിയത്ത് സഹീദിന്റെ ഭാര്യ ഫസീല എന്ന 30-കാരിയെയും ഓണക്കാട് പ്രദേശത്തെ മറ്റൊരാളെയുമാണ് കുറുക്കൻ ആക്രമിച്ചത്. ഫസീലയെ തിരൂരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഓഴൂർ കതിർകുളങ്ങര പടിയങ്ങൽ അബ്ദുൽ മജീദിന്റെ മകൾ ഫാത്തിമ നഹ്ലയെയും കുറുക്കൻ കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ കുട്ടിയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സാരമായ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം അയ്യായ ഇല്ലാത്തപ്പടി പ്രദേശത്ത് ഒരാളെ കുറുക്കൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആട്ടിയോടിച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. ഒഴൂർ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും തെരുവുനായകളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമാണ്. പകൽ സമയത്ത് പോലും കൂട്ടമായി കുറുക്കന്മാർ വിഹരിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ കുട്ടിനെ കടിക്കുന്ന അല്പം മുമ്പ് ഒരു കുതിര സവാരി ചെയ്യുന്നത്. ആ കുതിരനെ കാണാൻ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് സൈക്കിളേറ്റ്. ആ കുതിരനെ കടിച്ചിരിക്കുന്നത്, കുതിരൻ്റെ പുറത്തുള്ള ആൾ വീണിക്കുന്നത്, കുതിരൻ്റെ വാലുമ്മ കടിച്ച് തൂങ്ങുമായിരുന്നു. അങ്ങനെ ആ പുറത്തുള്ള ആളൊക്കെ ചാടി കുറുക്കനെ ചവിട്ടി തള്ളിയിട്ട് അങ്ങനെ പിന്നെയും ചാടിയിട്ട് കുതിരൻ്റെ ഭാഗത്തൊക്കെ കോറിലും മാറിലൊക്കെ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടത് എന്തെങ്കിലും ചെയ്യും. 3 സംഗതി ഉണ്ട് ഇവിടെ: പന്നി, നായി, കുറുക്കൻ. ഇതിന് വളരെ അങ്ങേറ്റം അധികരിച്ചിരിക്കുന്നത്. അതിന് വേണ്ട നടപടി എന്തെങ്കിലും ചെയ്യില്ല, യാതൊരു നിവൃത്തിയില്ല. വളരെ വിഷമത്തോട്ട് പറയാണ്. മലബാർ ടൈംസ്, താനൂർ.